വീഡിയോയില് ഞാൻ ഉണ്ടാക്കിയ ഒരു പായസം ഉണ്ടായിരുന്നു. ആ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ചെറുപയർ പരിപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായേ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ, അതിന് വേണ്ടിട്ട് നമുക്ക് ശർക്കര ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പാനിയാക്കി എടുക്കണം. നമുക്ക് അതിലേക്ക് വറുത്ത് ചെറുപയർ പരിപ്പും കൂടെ വേണേ. അത് നമ്മൾ ഒരു കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കണം. അവിടെ ഇരുന്ന് കുക്കാവുന്ന ടൈമിൽ നമുക്ക് തേങ്ങ പാലെടുക്കാം. തേങ്ങ വെച്ച് ഷോ കാണിക്കാൻ നോക്കിയതാണ്, ആരും മൈൻഡ് ആക്കണ്ട. ഇത്രയും തേങ്ങാപ്പാലാട്ടോ ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പിലേക്ക് എടുത്ത്. ചെറുപയർ പരിപ്പ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കേ. അതൊന്ന് ഉടച്ചു കഴിഞ്ഞാല് നമ്മൾ 1 കപ്പ് ശർക്കര പാനി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഞാൻ പാത്രം കുറച്ചൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ ആക്കാട്ടോ. അപ്പൊ അതിലേക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് തേങ്ങാക്കൊത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് എടുത്തോളൂ. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് ആ പായസത്തിലേക്ക് തട്ടിക്കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പായസം വേണമെന്നാണെങ്കിൽ പരിപ്പിന്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി. ഇവിടെ എല്ലാവർക്കും ഇതുപോലുള്ള പായസം ആട്ടോ ഇഷ്ടം. ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു പായസം പറഞ്ഞു തന്നതല്ലേ, അപ്പൊ ഒരു ലൈക്കൊക്കെ ചെയ്തൂടെ.